നാടകകലാകാരനായ JP തുമിനാടിനോട് രാജ്ബി ഷെട്ടി ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ഈ സിനിമ തനിക്ക് സംവിധാനം ചെയ്യാൻ കഴിയുമോ എന്ന്. അദ്ദേഹത്തിന്റെ ആ എസ് കാരണം സൗത്ത് ഇന്ത്യക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ കോമഡി സിനിമ ലഭിച്ചു, സൂ ഫ്രം സോ. സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകർക്ക് ഇതൊരു കന്നഡ ചിത്രം തന്നെയാണോ എന്ന സംശയം വരും. കഥാപശ്ചാത്തലവും സംഭാഷണങ്ങളും മലയാളിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നതാണ് അതിന് കാരണം. അതുപോലെ തന്നെ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷം തിയേറ്ററുകൾ ചിരിയുണർന്നു. കർണാടകയിലെ വിജയത്തിന് പിന്നാലെയാണ് സൂ ഫ്രം സോ മലയാളത്തിലേക്ക് മൊഴിമാറ്റി കേരളത്തിലെത്തിയത്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത്. ദുൽഖറിന്റെ ആ തീരുമാനം ഒട്ടും തെറ്റിയില്ല. ഒരു സൂപ്പർ സ്റ്റാറോ വലിയ പ്രൊമോഷൻ സ്റ്റണ്ടുകളോ ഒന്നുമില്ലാതെ ഒരു കന്നഡ ചിത്രം കേരളത്തിൽ നിന്ന് പണം വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മർലൂർ എന്ന ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ 6 വയസ്സുകാരൻ മുതൽ 60 വയസ്സുകാരൻ വരെ രവിയണ്ണൻ എന്ന് വിളിക്കുന്ന ഷനിൽ ഗൗതത്തിന്റെ പ്രകടനമാണ് എല്ലാ പ്രേക്ഷകരുടെയും മനം കവർന്നിരിക്കുന്നത്. രവിയണ്ണന് മാത്രമല്ല, സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കയ്യടി ഉയരുന്നുണ്ട്. സംവിധായകൻ JP തന്നെ നായകനായ ചിത്രത്തിൽ നിർമ്മാതാവായ രാജ്ബി ഷെട്ടിയും ഒരു ഗംഭീര കഥാപാത്രമായി എത്തുന്നുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസം അല്പം സൈലന്റ് ആയാണ് തുടങ്ങിയതെങ്കിലും 2ാം ദിനം മുതൽ കേരളത്തിൽ സിനിമയ്ക്ക് തിരക്കേറി. ആദ്യ വാരത്തിൽ നിന്ന് 2ാം വാരത്തിലേക്ക് എത്തുമ്പോൾ 75-ൽ നിന്ന് 150ഓളം സ്ക്രീനുകളിലേക്കാണ് ചിത്രം വ്യാപിച്ചിരിക്കുന്നത്. ഓരോ ദിനവും ഷോകൾ വർദ്ധിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലും അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തുന്നത്. പലയിടത്തും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശനം തുടരുന്നത്. മലയാളത്തിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് മനോഹരമായെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എല്ലാം മറന്ന് കുട്ടികളും കുടുംബവും അടക്കം ആഘോഷിച്ച് കാണാവുന്ന ഒരു ഫൺ ഫിലിമാണ് സൂ ഫ്രം സോ. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 45 കോടിക്ക് മുകളിലാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് എത്തിയാലും മലയാളി പ്രേക്ഷകർ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൂ ഫ്രം സോ. നിരവധി അന്യഭാഷ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി എത്തിയിരുന്നുവെങ്കിലും ഇതുപോലൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്റർടൈനർ കേരളത്തിൽ തരംഗം സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും.